റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് മരണം വരെ ജീവിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും എന്നാദ്യമായി ഓർമ്മപ്പെടുത്തട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ലോകത്തെ ജീവിതം അത് എണ്ണപ്പെട്ട നാളുകൾ മാത്രമാണ്. നമുക്ക് മുമ്പേ കഴിഞ്ഞുപോയ ആളുകൾ, ഈ ലോകത്ത് ജീവിച്ചവർ, ഇവിടെ സുഖിച്ചവർ, ഇവിടെ കിടന്നുറങ്ങിയവർ, ഇവിടെ ജോലി ചെയ്തവരും, ഈ തെരുവോരങ്ങളിലൂടെ സഞ്ചരിച്ചവരും, കൊട്ടാരങ്ങളിൽ കഴിഞ്ഞവരും എല്ലാം ഇവിടെ പോയി. നമ്മുടെ പൂർവ്വപിതാക്കളെവിടെ? നമുക്ക് മുൻപേ ഇവിടെ കഴിഞ്ഞുപോയ ആളുകളെവിടെ? അള്ളാഹുവിൻ്റെ നബിമാരെവിടെ? അവരെ മരണം പിടികൂടിയിട്ടുണ്ടെങ്കിൽ, അവരെല്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെയും അന്തിമഗേഹം, നമ്മുടെയും ഒടുക്കം അത് അടുത്തിരിക്കുന്നു. നമ്മുടെ അവസാനവും അത് അകലെയല്ല. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് പറയുകയുണ്ടായി, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ്. നീ ദുനിയാവിൽ, ഈ ലോകത്ത് ഒരപരിചിതനെ പോലെ, മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന ഒരാളെ പോലെ ആയിത്തീരുക. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിപോക്കനെ പോലെ, ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിത്തീരുക. വഉദ്ദ നഫ്സക മിൻ അഹ്ലിൽ ഖുബൂർ. നീ നിന്നെ ഖബറാളികളുടെ കൂട്ടത്തിൽ എണ്ണിക്കൊള്ളുക. ഖബറുകളിൽ വസിക്കുന്ന മരിച്ചുപോയ ആളുകളുടെ കൂട്ടത്തിൽ നീ എണ്ണിക്കൊള്ളുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേട്ട ശേഷം അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ഇദാ അംസൈത ഫലാ തൻതദിർ അസ്സബാഹ് വഇദാ അസ്ബഹത ഫലാ തൻതദിർ മസാ. വൈകുന്നേരമായാൽ നീ രാവിലെ പ്രതീക്ഷിക്കേണ്ടതില്ല. വഇദാ അസ്ബഹത, പകലായാൽ നീ വൈകുന്നേരം കാത്തിരിക്കേണ്ടതില്ല. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക്, നിനക്ക് ആരോഗ്യമുള്ള സമയത്ത്, നീ രോഗിയാകുന്ന, നിനക്ക് രോഗമാകുന്ന ആരോഗ്യമില്ലാത്ത കാലത്തേക്ക് വേണ്ടിയുള്ളത് നീ ചെയ്തു വെച്ചുകൊള്ളുക. വമിൻ ഹയാതിക ലിമൗതിക്, നീ മരിക്കുന്നതിന് മുൻപ് നിന്റെ ജീവിതത്തിൽ ആ മരണത്തേക്ക് വേണ്ടിയുള്ളത് ചെയ്തു വെച്ചുകൊള്ളുക. ഫഇന്നക ലാ തദ്രി യാ അബ്ദല്ലാഹ് മസ്മുക ഗദൻ. അല്ലാഹുവിൻ്റെ അടിമയായ മനുഷ്യ, നിനക്കറിയില്ല നാളെ നിന്റെ പേരെന്തായിരിക്കുമെന്ന്. നിന്നെ ഇപ്പോൾ ആളുകൾ വിളിക്കുന്ന പേരാണോ, അതല്ല മയ്യിത്ത് എന്നാണോ ആളുകൾ വിളിക്കുക എന്ന് നിനക്കറിയില്ല.